ലോകം ഉറ്റുനോക്കുന്ന മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4ന്റെ 77ാം ഘട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നു. കേവലം ഇസ്രയേലിനെ മാത്രമല്ല, കുവൈറ്റ്, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇറാന്റെ പുതിയ നീക്കം. ഇത്തവണ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് തങ്ങളുടെ ഏറ്റവും മാരകമായ ആയുധ ശേഖരമാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഖൈബർ ഷെക്കാൻ. 1450 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ ശത്രുവിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് അതിവേഗം സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ്. മറ്റൊന്ന് സോൾഫാഗർ ആണ്. കൃത്യതയാർന്ന ആക്രമണത്തിന് പേരുകേട്ട ഈ മിസൈൽ ശത്രു താവളങ്ങളെ തകർക്കാൻ ഇറാൻ കാലങ്ങളായി ഉപയോഗിക്കുന്നു. ഇതിനൊപ്പം നൂറുകണക്കിന് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകളും ഇറാൻ ആകാശത്തേക്ക് തുറന്നുവിട്ടു. ഇസ്രയേൽ പ്രദേശങ്ങൾക്കും US ബേസുകൾക്കും നേരെ നടത്തിയ ഈ ആക്രമണം പൂർണ്ണ വിജയമാണെന്നാണ് ടെഹ്റാൻ അവകാശപ്പെടുന്നത്. ശത്രു രാജ്യങ്ങളിലെ പ്രതിരോധ കവചങ്ങളെ ഭേദിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് IRGC ഔദ്യോഗികമായി പ്രസ്താവിച്ചു കഴിഞ്ഞു. യുദ്ധം 5 ദിവസത്തേക്ക് നിർത്തുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ ഇസ്രയേൽ ടെഹ്റാനിൽ ആഞ്ഞടിച്ചതാണ് പുതിയ നീക്കത്തിന് ഇറാനെ പ്രേരിപ്പിച്ചത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനകളെ ഇറാൻ തള്ളിക്കളയുകയാണ്. ട്രംപിന്റെ വാക്കുകൾ കേവലം മനഃശാസ്ത്ര യുദ്ധം മാത്രമാണെന്നാണ് IRGC പരിഹസിക്കുന്നത്. ഇറാന്റെ കരുത്തിന് മുന്നിൽ ശത്രുക്കൾ ഭയപ്പെട്ട് പിന്മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അവരുടെ വാദം. എങ്കിലും അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളായ സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നിവിടങ്ങളിലെ സൈനിക താവളങ്ങളെ ആക്രമണ പരിധിയിൽ കൊണ്ടുവന്നത് അറബ് ലോകത്തും ആശങ്ക പടർത്തുന്നുണ്ട്. ഇത് വെറുമൊരു ഇറാൻ ഇസ്രയേൽ പോരാട്ടമല്ല, മറിച്ച് ഒരു ആഗോള സംഘർഷമായി മാറുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷം ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സവും എണ്ണവിലയിലെ വർധനവും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നു. സൗദിയിലെയും UAEയിലെയും താവളങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ മേഖലയിലെ സുരക്ഷാ കരാറുകളെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഐക്യരാഷ്ട്രസഭയും മറ്റു വൻ ശക്തികളും ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആയുധങ്ങൾ സംസാരിക്കുന്ന മണ്ണിൽ സമാധാനം എന്നത് ഇപ്പോഴും വിദൂരമാണ്. പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് ഇറാൻ മാറുമ്പോൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഒരു വലിയ പ്രാദേശിക യുദ്ധം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന പേരിൽ ഇറാൻ നടത്തുന്ന ഈ സൈനിക നീക്കങ്ങൾ ലോകഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം. യുദ്ധമല്ല, സമാധാനമാണ് പരിഹാരമെന്ന് ലോകം ആഗ്രഹിക്കുമ്പോഴും വെടിയുണ്ടകളും മിസൈലുകളും ആകാശത്ത് ഭീതി പടർത്തുകയാണ്.